കുറേ ആളുകൾ പൊക്കിക്കൊണ്ട് നടക്കുന്ന വലിയ പാട്ടുകാരൻ റാഫർ വേടനെതിരെ എന്തായാലും വേടർ മഹാസഭ പുറത്തോട്ട് വന്നിട്ടുണ്ട്. അവർ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. കാരണം ഇതാണ്, വേടർ എന്ന പേരങ്ങ് മാറ്റിയേക്കണം സ്വന്തം പേരിൽ നിന്ന്. യഥാർത്ഥത്തിൽ ഇവൻ്റെ പേരെന്ന് പറയുന്ന ഹിരൺദാസ് മുരളിയാണ്. ഹിരൺദാസ് മുരളി എന്ന വ്യക്തി എങ്ങനെയാണ് വേടനായത്? അതായത് ഒരു ജാതിപ്പേര് സ്വന്തമായിട്ട് അങ്ങ് സ്വീകരിച്ച് താൻ വളരെ പാവപ്പെട്ടവനാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിൽ നിന്ന് വരുന്നവരാണ്, അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിൽ നിന്ന് വരുന്ന വ്യക്തിയാണ് എന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ എന്തായാലും ഹിരൺദാസ് മുരളി എന്നയാൾ വേടൻ എന്ന പദം ദുരുപയോഗം ചെയ്യുകയാണ് എന്നാരോപിച്ച് ഗിരിവർഗ വേടർ മഹാസഭ രംഗത്ത് വന്നു. സംസ്ഥാനത്തെ 3.25 ലക്ഷത്തോളം വരുന്ന ഈ സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ജീവിത രീതിയെയും സംസ്കാരത്തെയും ജാതീയതയും ഒക്കെ തെറ്റായിട്ടാണ് ഹിരൺദാസ് മുരളി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് വേടൻ എന്ന പേരങ്ങ് മാറ്റിയാക്കണം, ഇല്ലെങ്കിൽ 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കേസുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല പരസ്യമായിട്ട് മാപ്പും പറയണമെന്നുള്ളതാണ് അവരുടെ ഒരു ഡിമാൻഡ്. ഏതായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വേടൻ എന്ന സമുദായത്തിൽ പെടാത്ത ഒരാളാണ് ആ ജാതി നാമം എടുത്ത് സ്വന്തമാക്കി എടുത്ത് ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് എടുക്കുന്നത്. അങ്ങനെ ഇവന് ഹിരൺദാസ് എന്ന വ്യക്തിക്ക് വേറെ എടുക്കാൻ കുറേ പേരുകളുണ്ടല്ലോ, ഈ ജാതി പേരല്ലാതെ. എന്തായാലും അവർ മുന്നോട്ട് വന്നാൽ നല്ല കാര്യമാണ്. അതുപോലെ വേടനൊരു കാമുകിയുണ്ട്. കാമുകിയുടെ നിറം വെളുപ്പാണ്, വെളുപ്പ്. കറുപ്പിനെ സ്നേഹിക്കുന്ന പാവപ്പെട്ടവനാണ് എന്ന് 24 മണിക്കൂറും പറയുന്ന ആളുടെ കാമുകിക്ക് എന്തായാലും നല്ല വെളുത്തിരിക്കുന്ന വ്യക്തിയാണ്. ഇതിനെക്കുറിച്ചും വലിയ ആരോപണമുണ്ട്. ഇതുപോലെ തന്നെ ഈ റാപ്പറെ നമ്മൾ ശരിക്കും വിശേഷിപ്പിക്കേണ്ടത് റാപ്പർ എന്നാണോ, ഒരു വള്ളി മാറ്റിയിട്ടിട്ട് വേറെ എന്തെങ്കിലും ആണോ ഇടണ്ടേ എന്നുകൂടെ നിങ്ങൾ ചിന്തിച്ചോളൂ. റാപ്പറാണോ റിപ്പറാണോ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ മായിട്ട് ലൈംഗിക ആരോപണം നേരിട്ടിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് പരാമർശങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ തൽക്കാലം വലിയ കേസൊന്നും ഇല്ലാണ്ട് രക്ഷപ്പെട്ടിട്ടിരിക്കുകയാണ്. പിന്നെ ആരുടെയൊക്കെയോ ഇടപെടൽ കൊണ്ട് അല്ലെങ്കിൽ ആർക്കൊക്കെയോ വേടൻ എന്ന വേടൻ എന്നുള്ള പേരെ ഉപയോഗിക്കാൻ പാടില്ല, ഹിരൺദാസ് എന്ന റാപ്പറോടുള്ള വലിയ സ്നേഹം നിമിത്തം, അത് അയാളുടെ ജാതിയോടുള്ള സ്നേഹമോ അവൻ്റെ നിലപാടിനോടുള്ള സ്നേഹമൊന്നുമല്ല, ഏതൊക്കെയോ രാഷ്ട്രീയ പാർട്ടിക്കാർ ഇവന് വലിയ മൈലേജ് ഉണ്ടെന്ന് തോന്നി മൂട് താങ്ങി കൊണ്ടു നടക്കുന്നതാണ്. അപ്പോൾ ഇയാൾക്കെതിരെ പുലിനഖം, പുലിമാല, പുലിപ്പല്ല് ഇങ്ങനെയുള്ള വന്യവിഭവങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള കേസ് നടപ്പുണ്ട്. അതിൻ്റെ തീരുമാനമൊന്നും ആയിട്ടില്ല. വീണ്ടും സമാനമായ രീതിയിൽ കഞ്ചാവ്, ഇങ്ങനെ പലവിധ ആരോപണങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്തായാലും വേടർ സമുദായത്തിൽ പെടുന്ന ആളുകളാരും കള്ളും കുടിച്ച് കഞ്ചാവും കുടിച്ച് നടക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇത് ആ സമുദായത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അവരുടെ ജീവിത രീതിയെ സംസ്കാരത്തെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒന്നാണ് എന്നാണ് അവരെ അവകാശപ്പെടുന്നത്. അപ്പോൾ എന്തായാലും പുതിയ പുതിയ കേസുകൾ ഇങ്ങനെ അല്ലെങ്കിൽ പുതിയ പുതിയ ആരോപണങ്ങളൊക്കെ വേടറിന് എന്ന തൂലിക നാമത്തിലോ അല്ലെങ്കിൽ അപരനാമത്തിലൊക്കെ അറിയപ്പെടുന്ന ഹിരൺദാസിന് എതിരെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഉടനെ ക്ഷമ പറയും, ഇല്ലെങ്കിൽ കേസിന് ആശ റെഡി ആയിക്കണം. ഇങ്ങനെയാണെങ്കിൽ തൊരുതുര കേസ് വരും. ഇപ്പോൾ ഈ വേടൻ്റെ കേസ് കെട്ട് അല്ലെങ്കിൽ ഹിരൺദാസിൻ്റെ കേസ് കെട്ട് പുറത്തോട്ട് വന്നപ്പോഴത്തേക്കും എത്രയോ ആളുകൾ അനാവശ്യമായിട്ട് വിവാദത്തിലേക്ക് വലിച്ചിട്ടു എന്ന് ചിന്തിക്കുക. MG ശ്രീകുമാർ, സുരേഷ് ഗോപി, മുകേഷ് നായർ, ജയറാം, ലാലേട്ടൻ, ഇങ്ങനെ എല്ലാവരെയും ഇതിന് വേണ്ടിയിട്ട് ആളുകൾ പിടിച്ച് ഇട്ടേക്കുവാണ്. കാരണം അത്രയും സപ്പോർട്ടാണ് വേടന് വേണ്ടിയിട്ട് ജീവത്യാഗം ചെയ്യാൻ തയ്യാറുള്ള ആളുകളൊക്കെയാണ് നമ്മുടെ ഇടയിലുള്ളത്. ഇതൊക്കെ മനസ്സിലാക്കണം. ഈ ഇരട്ടത്താപ്പ്, ആരുടെ ഇരട്ടത്താപ്പ്? നമ്മൾ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ കുറേയേറെ വിവരം ഉണ്ട് എന്ന് അഭിമാനിക്കുന്ന, നിലപാടുണ്ട് എന്ന് അഭിമാനിക്കുന്ന ആളുകളുടെ ഇരട്ടത്താപ്പ്. അവിടെയാണ് നമ്മൾ പ്രതിജ്ഞാബദ്ധരാകേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് ബോധത്തോടെ ഇടപെടേണ്ടത്.